ഹലോ, നമ്മൾ ഈ ആക്ഷൻ കോമഡി ഡ്രാമ ആയിട്ടുള്ള കുറേ ആനിമീസുകളുണ്ട്. എന്നാൽ ഞാൻ കണ്ടതിൽ വെച്ചുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയ 4 സീസണുകളുള്ള ഗോൾഡൻ കമുയി എന്ന് പറഞ്ഞ ആനിമിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. ഇതിൻ്റെ സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു വലിയ ട്രസ്റ്റിലേക്ക് പോകേണ്ട മാപ്പ് കുറച്ച് പ്രിസണേഴ്സിൻ്റെ മേത്താണ് പച്ചകുത്തി വെച്ചേക്കണേ. അപ്പോൾ ഈ മാപ്പും ഈ ട്രസ്റ്റിലും തേടി പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ അഡ്വഞ്ചറുകളുമാണ് ഈ ആനിമിയിൽ സംസാരിക്കുന്നത്. ഇതിൽ മെയിൻ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുഗിമോട്ടോ എന്ന് പറഞ്ഞൊരു സോൾജർ ഒരു വാറിന് ശേഷം ജസ്റ്റിന് രക്ഷപ്പെട്ടു പോരാണ്. അപ്പോൾ ഇത് കണ്ടു നിന്നവരൊക്കെ ഇയാളെ വിളിക്കുന്നത് ഇമ്മോർട്ടൽ സുഗിമോട്ടോ എന്നാണ്. അതിനുശേഷം ഇയാൾ ഈ ട്രസ്റ്റിനെ കുറിച്ച് അറിഞ്ഞ് ഇയാൾ നടത്തുന്ന അഡ്വഞ്ചറുകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇതിനകത്ത് വരുന്ന ഓരോ ക്യാരക്ടേഴ്സാണ്. ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ബാക്ക് സ്റ്റോറിയും അവരെ വളരെ ഇൻഡെപ്തായിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വില്ലനായിട്ടൊരു ക്യാരക്ടർ വരാണെങ്കിൽ പിന്നീട് അയാൾ നമ്മുടെ ഒരു കൂട്ടുകാരനാവും, പിന്നീട് എനിമിയാവും. അതുപോലെ വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞിട്ടാണ് ഇതിനകത്ത് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ആക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റുള്ള ഫൈറ്റിംഗ് രീതികളും അതുപോലെ ഈ തോക്കും പിന്നെ വേറെ മിസ്റ്ററീസ് വെച്ചുള്ള വാറുകളും വളരെ അടിപൊളിയായിട്ടാണ് നമുക്ക് കാണുന്നത്. പിന്നെ ഇതിൻ്റെ വയലൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ട്രസ്റ്റ് തേടി വന്നവർ എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്രൂട്ടാലിറ്റി ഒക്കെ വളരെ ഇൻഡെപ്തായിട്ടാണ് കാണിച്ചിരുന്നത്. ഇത്രയേറെ ഇന്റൻസ് സീനുകളുണ്ടെങ്കിൽ പോലും നമുക്ക് ചിരിക്കാൻ പറ്റിയ അടിപൊളി കോമഡി രംഗങ്ങളും ഈ ആനിമയിലുണ്ട്. ഇതുപോലെ നല്ല വില്ലന്മാരും കോമഡി രംഗങ്ങളും അതുപോലെ തന്നെ നല്ല ഒരു സ്റ്റോറി ലൈനുള്ള നല്ലൊരു ആനിമയാണ് നോക്കുന്നെങ്കിൽ ഈ ആനിമ ഒന്ന് കണ്ടു നോക്കൂ. സീ യു സൂൺ.